ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഏതർ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായിട്ട് കുറെ അധികം ആളുകൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതർ വാങ്ങാൻ വേണ്ടി പലരും മടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് ഒരുപാട് ഹൈ ആയതുകൊണ്ടൊക്കെയാണ്. വാഹനത്തിന് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാത്തൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അത് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ സർവീസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു ബ്രാൻഡ് കൂടിയാണത്. അപ്പോൾ എന്തായാലും ഏതറിന്റെ തന്നെ ഒരു പ്രൈസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഏതർ റിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ജസ്റ്റ് ഒരു സ്പെക്സ് റിവ്യൂസ് നമ്മളൊരു 3-4 മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ലാത്ത രീതിയിലായിരുന്നു അതിന്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ട്രയൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, ലീക്കായ ഒരു വീഡിയോ, ജസ്റ്റ് ഒരു ഫോട്ടോ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിന്റെ ഫുൾ ഡിസൈൻസ് ആയിട്ട് നമുക്ക് ആ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്കെല്ലാം കടക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഏതർ റിസ്റ്റ എന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വേരിയന്റുകളിലാണ് ഇറങ്ങുന്നത്. ഏതർ റിസ്റ്റ എസും ഏതർ റിസ്റ്റ സെഡും എന്ന് പറഞ്ഞുള്ള വേരിയന്റും. ഏതർ റിസ്റ്റ എസ് എന്ന് പറയുന്ന രണ്ട് വേരിയന്റും ഉണ്ട്. അതുപോലെ തന്നെ ഏതർ റിസ്റ്റ സെഡ് എന്ന് പറഞ്ഞുള്ള ഒരു വേരിയന്റും മൂന്നാമത് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഏതർ റിസ്റ്റ എസ് എന്ന് പറഞ്ഞ വേരിയന്റുകളുടെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.0 കിലോവാട്ട് ആണ്. അതുപോലെ തന്നെ ഏതർ റിസ്റ്റ സെഡ് എന്ന് പറയുന്ന വേരിയന്റ് വരുന്നത് 3.7 കിലോവാട്ട് അവറിന്റെ ബാറ്ററിയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ബാറ്ററി പാക്ക് മാറുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ട് ഇതിന്റെ റേഞ്ച് മാറ്റം വരുന്നുണ്ട്. ഏതർ റിസ്റ്റ സെഡ് എന്ന് പറയുന്ന രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വേരിയന്റുകളുടെയും റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഫുൾ ആയിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 123 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് ആണ് വരുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ വേരിയന്റ് ആയിട്ടുള്ള ഹൈ വേരിയന്റ് വരുന്നത് 160 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചുമാണ് വരുന്നതെന്നാണ് കമ്പനി പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ, അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ലുക്ക് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അവർ ഫുൾ മാസ്ക് ചെയ്ത് വെച്ചിട്ട് അത് പുറത്തുവിടാത്ത രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് അപ്പൊ ഇത് ഇത്രയും സർപ്രൈസ് ആയിട്ട് ഇതിന്റെ ലുക്ക് ലോഞ്ചിങ് ടൈമിൽ മാത്രം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പഴയ വേരിയന്റ് അപേക്ഷിച്ച് ഇതിന്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പഴയ വേരിയന്റ് എന്ന് പറയുന്നത് ഒരു സ്പോർട്ടി ലുക്കാണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു നല്ല ലുക്കാണ് തോന്നുന്നത്. അത്യാവശ്യം നമുക്ക് പറയുവാണെങ്കിൽ ഇപ്പൊ TVS iQube പോലത്തെ ഒരു ചെറിയൊരു ലുക്ക് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു സാമ്യത നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിന് 34 ലിറ്റർ ബൂട്ട് സ്പേസും അതുപോലെ തന്നെ 22 ലിറ്റർ ഫ്രണ്ട്, അങ്ങനെ ടോട്ടൽ 56 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 2.9 കിലോവാട്ട് അവറിന്റെ ബാറ്ററിയാണ് രണ്ട് വേരിയന്റുകൾക്കും വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ വേരിയന്റിന് വരുന്നത് 3.7 കിലോവാട്ട് അവറിന്റെ ബാറ്ററിയാണ് വരുന്നത്. അത് തന്നെ വാഹനത്തിന്റെ ഒരു ടോപ്പ് സ്പീഡ് വരുന്നത് 80 കിലോമീറ്റർ പെർ അവർ ആണ്. വാഹനത്തിന്റെ ഒരു മോട്ടോർ പവർ എത്രയാണെന്നുള്ളത് കറക്റ്റ് നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടില്ല. ചാർജിങ് ടൈം വരുന്നത് റിസ്റ്റ എസിന് വരുന്നത് 6 മണിക്കൂർ 40 മിനിറ്റുമാണ്. ആദ്യത്തെ രണ്ട് വേരിയന്റുകൾക്കും ആ ഒരു സെയിം ചാർജിങ് ടൈമാണ് വരുന്നത്. റിസ്റ്റ സെഡിന്റെ വരുന്നത് 4 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ടാണ് ഫുൾ ചാർജ് ആവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഹൈ വേരിയന്റിന്. വാഹനത്തിന്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 17.7 സെന്റിമീറ്റർ ഡീപ് വ്യൂ ഡിസ്പ്ലേ ആണ് ആദ്യത്തെ രണ്ട് വേരിയന്റുകൾക്കും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂന്നാമത്തെ വേരിയന്റ് റിസ്റ്റ സെഡിന് വരുന്നത് 17.7 സെന്റിമീറ്ററിന്റെ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് വാഹനത്തിന്റെ ഒരു പ്രൈസിലേക്ക് വരികയാണെങ്കിൽ, റിസ്റ്റ എസ് എന്ന് പറയുന്ന വേരിയന്റിന് 1.10 ലക്ഷം എക്സ് ഷോറൂം പ്രൈസും, അതുപോലെ തന്നെ റിസ്റ്റ സെഡ് എന്ന് പറഞ്ഞത് 1.45 ലക്ഷം എക്സ് ഷോറൂം പ്രൈസുമാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും നമുക്കൊരു 10-25,000 രൂപ നമുക്ക് കൂടുതൽ ഓൺ റോഡ് പ്രൈസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് ആണെന്നാണ്. എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ കൂടുതലായിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു വാഹനം ഒരു ഷോറൂമിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് കൂടി ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.